ഞാൻ നിന്നെ ഒന്ന് കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ആഹാരം കഴിച്ചല്ലോ അല്ലേ? കഴിച്ചു രഘുവേട്ടാ. കുറച്ചേരം ഇവിടെ ഒന്ന് തനിച്ചിരിക്കണമെന്ന് തോന്നി. അല്ല, ഞാൻ വന്നത് ഡിസ്റ്റർബൻസ് ആയോ? എങ്കിൽ ഞാൻ അങ്ങോട്ട് പോവാം. അയ്യോ വേണ്ട, എനിക്ക് ഉറക്കം വന്നു തുടങ്ങി. ഗോകുൽ ഇങ്ങനെ ചെയ്യുന്ന ആരും പ്രതീക്ഷിച്ചില്ല. മഞ്ചടിക്ക് അവന്റെ സംശയം ഉണ്ടായിരുന്നല്ലേ? ഞാൻ പലരെയും സംശയിച്ചിരുന്നു രഘുവേട്ടാ. അതിലൊരാൾ മാത്രമായിരുന്നു ഗോകുല്. ഏതായാലും കേസിന് തുമ്പുണ്ടായപ്പോ നിനക്ക് അമ്മാവന്റെ കൂടെ ഇങ്ങോട്ട് വരാൻ തോന്നിയത് നന്നായി. ഇനി ജീവൻ തിരിച്ചു വന്നാലും കല്യാണം കഴിക്കുന്നതൊക്കെ പിന്നീടാവും. ആദ്യം നിങ്ങൾ രണ്ടുപേരും പഠിച്ച് ഒരു നിലയിലെത്ത. അമ്മാവന്റെ ആഗ്രഹം അതാ. ഇനിയെങ്കിലും നീ അത് സാധിച്ചു കൊടുക്കണം. രഘുവേട്ട, ഇതെന്താ രണ്ടാളും ഇവിടെ വന്നിരുന്ന് സംസാരിച്ചിരിക്കുന്നേ? എടി, നിനക്ക് രഘുവേട്ടനോട് എന്തെങ്കിലും രഹസ്യം പറയാനുണ്ടോ? നീ എന്ത് ചോദ്യം അമ്മളെ അവളോട് ചോദിച്ചത്? അവൾ എന്നോട് എന്ത് രഹസ്യം പറയാനാ? അല്ല, ജീവൻ രാജനെ നാട് കടത്തിയ ഗോകുലിനെ രഘുവേട്ടനെ കൊണ്ടൊന്ന് കൈകാര്യം ചെയ്യിക്കണം എന്നിങ്ങനെ അവൾക്ക് തോന്നിയാലോ? അല്ല, പണ്ടത്തെ രഘുവേട്ടനായിരുന്നെങ്കിൽ അത്തരം കൊട്ടേഷനൊക്കെ എടുക്കുന്ന ആളായിരുന്നല്ലോ. എന്റെ അമ്പിളി, ഞാനിപ്പോ പണ്ടത്തെ രഘുവല്ല നിനക്കറിയാലോ. പക്ഷെ നീ ഇപ്പോഴും പല കാര്യത്തിലും പണ്ടത്തെ അമ്പിളി തന്നെയാ. അത് ശരിയാവില്ല അമ്പിളി. എനിക്ക് എന്റേതായ ഒരു വ്യക്തിത്വമുണ്ട്. അത് നീ മറ്റുള്ളവരുടെ മുമ്പിൽ തകർക്കാൻ നോക്കിയാലേ ഞാൻ വീണ്ടും പഴയ രഘു തന്നെയാവും. ഓ പിന്നെ, ഞാൻ ഇങ്ങനെ പിന്നാലെ നടക്കുമ്പോ രഘുവേട്ടൻ എങ്ങനെ പുറകോട്ട് പോവും? പോയില്ലെന്നൊക്കെ നിന്റെ വെറും തോന്നല. എല്ലാ കാര്യത്തിലും ഇങ്ങനെ മൂക്കേറിട്ട് നിർത്താൻ നോക്കിയാലേ ആരായാലും കയറ് പൊട്ടിച്ച് പോവും. ആ, പോകുന്നെങ്കിൽ അങ്ങ് പോ. എവിടം വരെ പോകുന്നു നമുക്ക് നോക്കാലോ. അമ്പിളി, ഞാൻ സീരിയസ് ആയിട്ട് പറയാം. നിന്റെ ചില നേരത്തെ ഇടപെടലേ എനിക്ക് തീരെ പിടിക്കുന്നില്ല. എനിക്ക് എന്റേതായ സ്വാതന്ത്ര്യം തന്നേ പറ്റൂ. ആ